souls, welcome back to my channel. I am so happy and excited to be here with another video, and I hope all my friends are safe and doing awesome today. കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്താണ് സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ ജേർണി, അതുപോലെ തന്നെ എന്താണ് സോൾ പർപ്പസ് എന്നൊക്കെ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ. നമ്മുടെ സോൾ പർപ്പസ് എന്താണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിച്ചത്, അതിന്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സോൾ പർപ്പസിന്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടു കണക്ട് വിത്ത് പീപ്പിൾ, ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, ആളുകളോട് സംസാരിക്കുക, ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് എൻ്റെ സോൾ പർപ്പസിന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് ടു കണക്ട് വിത്ത് പീപ്പിൾ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ടാരോട്ട് റീഡിംഗ് ആണ്. സോ എങ്ങനെയാണ് ഞാൻ ഒരു ടാരോട്ട് റീഡർ ആയത്, അതിലേക്കുള്ള ജേർണി, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇന്റൻഷനലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ എങ്ങനെയാണ് എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ സോൾ പർപ്പസ് മാനിഫെസ്റ്റ് ചെയ്തത്, അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങളെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള സ്പിരിച്വൽ അവേക്കനിങ്ങിനെ പറ്റിയിട്ടും സോൾ പർപ്പസിനെ പറ്റിയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സോൾ പർപ്പസ് എന്താന്ന്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷെ ഒന്നിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് സംസാരിക്കണമായിരുന്നു, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണമായിരുന്നു. ഐ വോണ്ട് ബിക്കം എ പബ്ലിക് സ്പീക്കർ. ആ ഒരു സ്പാർക്ക് ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സ്പീക്കർ, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നറിയാത്ത പ്രായം മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ വന്നോന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ എൻ്റെ മനസ്സ്, അല്ലെങ്കിൽ എൻ്റെ സോൾ എപ്പോഴും എനിക്ക് പറഞ്ഞിരുന്ന കാര്യമാണ് ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ സോൾ എന്താ പറയുന്നത് നമ്മൾ കേൾക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. എൻ്റെ സോൾ പർപ്പസ് എന്താന്നുള്ളത് എൻ്റെ സോൾ തന്നെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സൽ സൈൻ ഉണ്ടാവും അല്ലെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്നാലും എനിക്ക് അതിനൊന്നൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് എൻ്റെ സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, ഞാൻ ഇതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ എനിക്ക് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കുറെ വർഷങ്ങളായിട്ട്. പക്ഷെ പലപ്പോഴും ഞാനത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവസാനം എനിക്ക് എൻ്റെ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു ക്രേവ് വന്നു, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കില്ല. ആൻഡ് ഐ വോണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് മൈ സോൾ പർപ്പസ്. അതിൻ്റെ ഒരു ക്രേവ്, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ക്രേവ് എനിക്ക് വന്നതിന് ശേഷം ഇന്റൻഷനലി ഞാൻ എന്താണ് ചെയ്തത്, എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ സോൾ പർപ്പസ് മാനിഫെസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എനിക്ക് എൻ്റെ സോൾ പർപ്പസ് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ജസ്റ്റ് ഫോളോ വാട്ട് ഐ ഡിഡ്. എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം 2020 ജൂൺ മുതൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 2-3 മാസം വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ജേർണൽ എഴുതുക എന്നുള്ളത്. എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ജേർണൽ എഴുതുക എന്നുള്ളത്. ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ 2 ജേർണലും. ഇത് 2 ജേർണൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തീർത്തിട്ടുണ്ട്. സോ എൻ്റെ ജേർണലിൽ ഞാൻ എൻ്റെ ലൈഫിൽ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്താണോ വേണ്ടത്, ഞാൻ എന്താണോ ആവേണ്ടത് എന്നൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു 1-2-3 മാസം ക്ലിയർ ആയിട്ട് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എന്നും എഴുതി വെക്കുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ സോൾ പർപ്പസിന് വേണ്ടിയിട്ട്.
സോ എങ്ങനെയാണ് ഞാൻ ജേർണൽ എഴുതിയത്, എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. അങ്ങനെ യാതൊരു ക്ലാരിറ്റിയും ഇല്ലാത്തടത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു സീറോയിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിച്ചത്, എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജേർണലിൽ എഴുതിയതെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാം. സോ 2020 ജൂൺ മുതൽ രാവിലെ എണീറ്റാൻ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ എൻ്റെ റുട്ടീനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരു സമയമായിരുന്നു. ഞാൻ ഒരുപാട് സമയം കിടന്നുറങ്ങുന്ന ആളായിരുന്നു. പക്ഷേ ആ ഒരു സമയം ഞാൻ നേരത്തെ എണീക്കായിരുന്നു. ഒരു 5 o'clock 5:30 സമയത്തൊക്കെ എണീക്കായിരുന്നു. മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു, യോഗ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ രാവിലെ എണീറ്റ പാടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണൽ എഴുതി വെക്കുക എന്നുള്ളത്. എന്താണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെ ആവണം, എൻ്റെ ആ ഒരു സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീറോയിൽ നിന്നിട്ട് എന്താണ് എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചത് ആ കാര്യമായിരുന്നു, അന്ന് എഴുതി വെച്ചിട്ടുള്ള കാര്യമായിരുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ജേർണലിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം, I am doing my highest soul purpose. I'm working on a job that follow my highest soul purpose. And this job rewards me with success, happiness, fame, wish fulfillment and more than enough money. താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരൊറ്റ കാര്യമാണ് എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2-3 മാസം ഞാൻ കോൺസ്റ്റൻ്റ്ലി ജേർണൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയായിരുന്നു ദാറ്റ് ഐ ആം ഡൂയിങ് മൈ ഹയസ്റ്റ് സോൾ പർപ്പസ്, ഐ എം വർക്കിംഗ് ഓൺ എ ജോബ് ദാറ്റ് ഫോളോ മൈ ഹയസ്റ്റ് സോൾ പർപ്പസ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ സോൾ പർപ്പസ് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുമ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സമയം വേണം അല്ലേ. ആ ഒരു പ്രോസസ്സിങ് ടൈം ഉണ്ട്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മൊമെന്റിലോ നെക്സ്റ്റ് സെക്കൻഡിലോ എല്ലാ കാര്യങ്ങളും വർക്ക് ആവണമെന്നില്ല. ഓരോന്നിനും ഓരോ പ്രോസസ്സ് ഉണ്ട്. സോ എൻ്റെ സോൾ പർപ്പസ് അല്ലെങ്കിൽ ഞാൻ ഇന്റൻഷനലി ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ആ ഒരു ജൂൺ മാസം മുതലായിരുന്നു. പിന്നീട് ഞാൻ ജേർണലൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ അങ്ങനെ എഴുതാറില്ല. എനിക്ക് തോന്നുന്ന സമയത്ത് എഴുതായിരുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അത് അങ്ങനെ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് തന്നെ പറയായിരുന്നു ദാറ്റ് ഐ ആം ഡൂയിങ് മൈ ഹയസ്റ്റ് സോൾ പർപ്പസ്. സോ അങ്ങനെ ചെയ്തതിന് ശേഷം, അതായത് ലാസ്റ്റ് ഇയർ 2020 ജൂൺ മുതൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നെന്നുള്ളതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. അത്രയും കാലം ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കറേജ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ കറക്റ്റ് സമയമൊക്കെ ആകുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഒരു മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സോൾ പർപ്പസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ലൈഫിൽ യൂണിവേഴ്സ് തന്നെ കുറേ മാറ്റങ്ങൾ വരുത്തായിരുന്നു, ഞാൻ പോലും അറിയാതെ. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ, ഈവൻ എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം എനിക്കതൊന്ന് ആലോചിക്കുമ്പം യാതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ യാതൊരു വിഷമോ ഒന്നും തോന്നാത്തൊരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാണ്. ഇപ്പം ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എന്നാലോചിച്ചിട്ട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളൊരു സഡൻ ആയിട്ടല്ല നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വരും. ഓക്കെ, അതൊരു പ്രോസസ്സാണ്, 1 by 1 ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ പോവുക. നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ, അതുവരെ നമ്മൾ ലൈഫിൽ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ, മേ ബി നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, ഈവൻ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഫിയർ ഉണ്ടാവാം, ഇതെങ്ങനെയാണ് ചെയ്യുക, ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യമാണ്, എങ്ങനെയാണ് ഞാനിത് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാം. പക്ഷെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം നമ്മളുടെ സോൾ പർപ്പസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. സോ അവിടെ നമ്മൾ പേടിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഫിയർ അല്ലെങ്കിൽ ഉള്ളിൽ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പം നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യാന്നുള്ളതാണ്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിട്ട് നിങ്ങളുടെ സോൾ എന്താണോ ക്രേവ് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, അത് ചെയ്യാന്നുള്ളതാണ്. ഒരു എഫേർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആക്ഷനും ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സാധിക്കില്ല അല്ലെ. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ലൈഫിൽ പേടിക്കാൻ പാടില്ല. കാരണം അതൊക്കെ നമ്മളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, അതൊക്കെ നമ്മുടെ സോൾ പേർപ്പസിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ആ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിങ്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോൾ പേർപ്പസ് എന്താണെന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോൾ പേർപ്പസ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കാരണം ഇത് ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ സോൾ പേർപ്പസ് എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. സോ എനിക്ക് 100% നിങ്ങളടുത്ത് പറയാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പേർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക നിങ്ങളുടെ സോൾ പേർപ്പസ് എന്താണെന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് സോൾ പേർപ്പസ് ഫോളോ ചെയ്യാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വിൽ ഹെൽപ്പ് യു ടു ഫൈൻഡ് ഔട്ട് യുവർ സോൾ പേർപ്പസ്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസ് എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൈസ്ലെസ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.